ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് LGSൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് അനാലിസിസ് ആണ്. അപ്പോൾ നമുക്കറിയാം LGS എക്സാമിങ് എത്താറായി. അപ്പോൾ LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ആ എക്സാമിൻ്റെ സിലബസ് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ല എഫക്റ്റീവായിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ എക്സാമിൻ്റെ ലാസ്റ്റ് വീക്കുകളിലൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തതുകൊണ്ടോ ലാസ്റ്റ് നിമിഷം കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് പഠിക്കാൻ എന്നതുകൊണ്ടോ നമുക്ക് ഒരു കാര്യവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ആദ്യം മുതൽ തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് സിലബസ് ഫോളോ ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. PSC നമുക്ക് എല്ലാ എക്സാംസിനും വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആ സിലബസ് യൂട്ടിലൈസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നമുക്ക് LGSൻ്റെ സിലബസിലേക്ക് പോകാം. മാർക്കിൻ്റെ ആ ഒരു ഡിവിഷൻ വരുന്നത് ജനറൽ നോളജ് 40 മാർക്ക്, നമ്മുടെ കറണ്ട് അഫയേഴ്സ് 20 മാർക്ക്, സയൻസ് 10 മാർക്ക്, പൊതുജന ആരോഗ്യം 10 മാർക്ക്, പിന്നെ നമ്മുടെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് 20 മാർക്ക്. ഈ ഒരു രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് GK പാർട്ടിൽ നിന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതിൽ തന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ 5 മാർക്ക്. നെക്സ്റ്റ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ മസ്റ്റായിട്ടും നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ നന്നായിട്ട് വായിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പോവുക. ദെൻ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ജിയോഗ്രഫി പാർട്ടാണ് 5 മാർക്ക്. കേരളം, ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. ഇത് 10 മാർക്കിനുണ്ട് കേരള ജിയോഗ്രഫി. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ രാഷ്ട്രീയ, സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ, ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ, സാമ്പത്തിക, സാഹിത്യ മേഖല, കായിക മേഖലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മുടെ GKയിൽ നിന്ന് വരുന്നത്. ഇത് മാത്രമല്ല, ഇവയിൽ നിന്ന് ഏതുമായിട്ടും ബന്ധപ്പെട്ടിട്ട് വരുന്ന കറണ്ട് അഫയേഴ്സ് കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ്, നമ്മുടെ സയൻസിൽ നിന്ന് ബയോളജി പാർട്ടാണെങ്കിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ദെൻ പൊതുജനാരോഗ്യം, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. അത് നമ്മുടെ ബയോളജിയിൽ വരുന്നത് തന്നെയാണ്. SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ ചാപ്റ്റേഴ്സുകളിൽ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. നെക്സ്റ്റ്, നമ്മുടെ കെമിസ്ട്രി, ഫിസിക്സ് വരുന്നത് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവറായിട്ട് നമുക്ക് ഷോർട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അതിൽ നിന്നുണ്ടാവും. നമ്മൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് 1 minute 1 മാർക്ക് എന്ന പേരിലൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അധികം വലിച്ചു നീട്ടാതെ 1 മിനിറ്റിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ പറഞ്ഞു പോകുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് മൂലകങ്ങളും അവയുടെ വർഗ്ഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. കാരണം നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ അങ്ങ് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇനി നമ്മൾ മാത്സ് മെൻ്റൽ എബിലിറ്റി നോക്കുന്ന സമയത്ത് മാത്സിലാണെങ്കിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു, ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗ്ഗവും വർഗ്ഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. അപ്പോൾ മാത്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നല്ല അധ്യാപകർ നമ്മുടെ യൂട്യൂബിലൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ കാണുക. നമുക്ക് നല്ല ഈസി ആയിട്ട് മാത്സ് ചെയ്യുന്നതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. മെൻ്റൽ എബിലിറ്റി നോക്കുന്ന സമയത്ത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനി കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം. അപ്പോൾ മാത്സ് പഠിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളിങ്ങനെ കോൺസെപ്റ്റുകൾ എഴുതി വെച്ച് പഠിക്കാതെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ എക്സാമിന് നമുക്ക് സ്പീഡിന് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സിലബസ് നോട്ട് ചെയ്ത് വെച്ച് സിലബസ് വൈസ് തന്നെ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വരുന്ന LGS ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ചാനലിൽ ഇനി സിലബസ് വൈസ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.